ഇലക്ഷൻ കമ്മീഷൻ വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പിന്റെ ചിത്രം ഇന്ന് രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായിട്ടല്ലേ കാണിച്ചത്. എന്താ, ബീഹാറിലെ SIRന്റെ ഭാഗമായിട്ട് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷന്റെ ഭാഗമായിട്ട് 7 പേര് മരിച്ചതായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. ആ 7 മരിച്ച വോട്ടർമാരെ ഇന്ന് രാഹുൽ ഗാന്ധി നേരിട്ട് കൊണ്ടുവന്ന് ചായ കുടിച്ചു. രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഡെഡ് പീപ്പിളുമായി ഒരു ചായ കുടിക്കുന്നതെന്നാണ് പറഞ്ഞത്. നാണമില്ലേ എന്ന് നമുക്ക് ചോദിക്കാനുള്ളൂ. ഒരൊറ്റ കാര്യം, ഈ ഇലക്ഷൻ കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരായി കണക്കാക്കി ഇലക്ടറൽ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യും. അതങ്ങ് ബീഹാറിൽ. ഇവിടെ ശാസ്തമംഗലത്ത് വോട്ട് ചെയ്യുന്ന ആളുകളെ, കൊല്ലത്തിരുവിപുരത്ത് വോട്ട് ചെയ്യേണ്ട ആളുകളെ, പാലായിൽ വോട്ട് ചെയ്യേണ്ട ആളുകളെ, ആലത്തൂരിൽ വോട്ട് ചെയ്യേണ്ട ആളുകളെ അവർ കൂട്ടത്തോടെ കൊണ്ടുവന്ന് തൃശ്ശൂരിൽ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി മത്സരിക്കുന്ന സമയത്ത് അന്തിമ പട്ടികയിൽ ഇടം പിടിപ്പിച്ച് ഇവിടുത്തെ 6 മാസത്തെ സ്ഥിരം വോട്ടർമാരായി, ജീവനക്കാരായി, ജീവിക്കുന്ന മനുഷ്യരായി കണക്കാക്കി ചിത്രീകരിക്കും. ഒരിടത്ത് ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരായി വെട്ടിമാറ്റും. അതങ്ങ് ബീഹാറിൽ. ഇവിടെ ജീവിച്ചിരിക്കുന്ന മറ്റൊരു മണ്ഡലത്തിലെ വോട്ടർമാരെ തൃശ്ശൂരിൽ പോലെയുള്ള മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവിടെ വോട്ട് രേഖപ്പെടുത്തി അടുത്ത നിമിഷം തന്നെ ആ വോട്ടർമാരെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അവരെവിടെയാണോ വോട്ട് ചെയ്തിരുന്നത് ആ മണ്ഡലങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. ഒരു ജനാധിപത്യം അട്ടിമറിക്കാൻ ഇതിലും അധികം വേണമോ? ഇങ്ങെടുക്കും എന്ന് പറഞ്ഞപ്പോൾ ഇതിങ്ങനെ എടുക്കും എന്ന് നമ്മൾ കരുതിയില്ല. ഇത് വല്ലാത്തൊരു എടുക്കലായിപ്പോയി എന്ന് മാത്രമേ നമുക്ക് സുരേഷ് ഗോപിയോട് പറയാനുള്ളൂ.